കേരളത്തിൽ എപ്പോഴും നടക്കുന്ന വളരെ വിപുലമായ ഒരു പ്രശ്നമാണ് ആചാരലംഘനം. എന്താണ് ആചാരം, എന്താണ് അനാചാരം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കമാണ്. വിശ്വാസം അന്ധവിശ്വാസം തമ്മിലുള്ള നൂലിഴ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്നേ. ഒരു വിശ്വാസം മേലില്ലാതെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. വിശ്വാസമാണ് മനുഷ്യനെ കൂട്ടിയോജിപ്പിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചത്തുപോകില്ല, വൈകുന്നേരം വരെ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ ജീവിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ബസ്സിൽ കയറുമ്പോൾ അല്ല ട്രെയിനിൽ കയറുമ്പോൾ അവിടുത്തെ ഡ്രൈവർ, പൈലറ്റ്, ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ മറ്റേ പൈലറ്റ് അല്ലെങ്കിൽ ഡ്രൈവർ നമ്മളെ കൊണ്ട് എത്തിക്കുമെന്നൊരു വിശ്വാസത്തിലല്ലേ നമ്മുടെ ശരീരം കൊണ്ട് കൊടുക്കുന്നത്, കയറിയിരിക്കുന്നത്. നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കിടക്കുമ്പോൾ ഡോക്ടർ നമ്മളെ കീറി മുറിച്ച് രക്ഷിച്ച് തരും മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ കയറി കിടക്കുകയും ബന്ധുമിത്രാദികൾ നമ്മൾ ICUലൊക്കെ എടുത്തെന്നും അല്ലെ നമ്മൾ ആരെങ്കിലും ICU കിടന്നു. അപ്പോൾ വിശ്വാസം ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും പോകും. ഇവിടെ ഒരു വലിയ പ്രശ്നം ചൂണ്ടിക്കാനൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരാം. ശബരിമലയെ സംബന്ധിച്ച് ഒരുപാട് എത്ര അയ്യപ്പൻ എന്നാണ് പറയുന്നത്. അയ്യപ്പനെ സംബന്ധിച്ച് ഇഴവയ്യപ്പനാണ്, പിന്നെ അതുപോലെ തന്നെ പന്തള രാജകുമാരൻ്റെ അയ്യപ്പനാണ്, ശാസ്താവാണ്, ചാത്തനാണ്, കുട്ടിച്ചാത്തനാണ്, പിന്നെ അതുപോലെ തന്നെ പരമശിവന്റെ മോഹിനിയിലുണ്ടായ മകനാണ്. ഇങ്ങനെ നൂറുകണക്കിന് വിശ്വാസത്തിന്റെ ഒരു പറുദീസയാണ്. അത് വന്നോട്ടെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടു. അത് അമ്പലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണത്, വലിയ ദുരന്തമാണ്. പ്രത്യേകിച്ച് അമ്പലത്തിൽ പോയി പാരായണവും ആചാരങ്ങളൊക്കെ കേൾക്കാതിരിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു സഹോദരി, ചേച്ചി എന്ന് പറയാം, എന്നെക്കാൾ പ്രായം 1-2 വയസ്സുകൂടെ വരുമായിരിക്കും. അപ്പോൾ അവരിരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്തുകൊണ്ട് പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ പാടില്ല ഒരമ്പലത്തിലും. അപ്പൊ ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ ദേവിയുടെയോ ദേവന്റെയോ ഊർജം നേരെ ഇങ്ങ് വരുമ്പോൾ പുരുഷന്മാർക്ക് നെഞ്ചിലൂടെയാണ് ശരീരത്തിൽ കയറേണ്ടത്. അതുകൊണ്ട് ഷർട്ട് ധരിച്ചാൽ നെഞ്ചിലൂടെ കയറൂല. അപ്പൊ അവിടെ നിൽക്കൂ. ദേവിയുടെ ചൈതന്യം, ദേവന്റെ ചൈതന്യം അത്ര ലളിതവും ലോലവുമാണോ ചൈതന്യം എന്ന് പറയുന്നത്? ഇത് ഞാൻ ചോദിച്ചതല്ല. നമ്മുടെ കൊളത്തു ആശ്രമത്തിലെ നമ്മുടെ കോഴിക്കോട് ആശ്രമത്തിലെ സ്വാമി ചോദിച്ചതാണ്. സ്വാമിയുടെ പേര് ഞാൻ പറയുന്നില്ല. സ്വാമി ചോദിച്ചത് അത്ര ലോലമാണോ മനുഷ്യന്റെ ഈ ദേവിയുടെ ചൈതന്യം, ദേവന്റെ? ഇനി രണ്ടാമതൊരു കഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കയറുന്നത് തലയിൽ കൂടെയാണ്. എന്തൊരു കഥയാണ് ചേച്ചി പറയുന്നത്. ബ്ലൗസ് ഇടാതെ സ്ത്രീകൾ അമ്പലത്തിൽ കയറിയിരുന്ന കാലം ഉണ്ടെന്നേ. ബ്ലൗസ് ഇടാൻ പറ്റാതെ കയറിയാൻ പറ്റിയ കാലം. പിന്നെ മന്നത്തോപ്പനാവൻ സമരം ചെയ്തിട്ടാണ് ബ്ലൗസ് ഇടാൻ പറ്റിയത് സ്ത്രീകൾക്ക്. പിന്നെ വടക്കേ മലബാറിലെ ഒരു ക്ഷേത്രത്തിൽ, ഞാൻ ക്ഷേത്രത്തിന്റെ പേര് പറയുന്നില്ല, എല്ലാം നമുക്ക് ഉള്ളി തൊലിക്കുപോലെ പറയാൻ പറ്റത്തില്ല. ഈ ചേച്ചി പറഞ്ഞ രണ്ടാമതൊരു കാര്യമാണ് എന്നെ ഞെട്ടിക്കുകയും എന്നെ ഒരുപാട് ചിന്തിക്കുകയും ചെയ്തത്. അത് ഞാൻ ഒരുപാട് ആചാര്യന്മാരോട് ചോദിച്ചു, കിട്ടുന്നിടത്തെല്ലാം അന്വേഷിച്ചു. പക്ഷേ എന്തൊരു വിവരക്കേടാണ് ചേച്ചി പറയുന്നത്. അത് കേട്ടോണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ. ചേച്ചി പറഞ്ഞെന്താണെന്നറിയാവോ? ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യം ഇങ്ങനെ മുമ്പിലോട്ട് സഞ്ചരിച്ച് വരുമ്പോൾ അത് നേരെ വരുന്നതിന് പകരം സർപ്പിളാകൃതിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് പുഴഞ്ഞാണ് വരുന്നത്. അപ്പോൾ വളഞ്ഞ് പുളഞ്ഞ് വരുന്നത് കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് ചേച്ചി. വളഞ്ഞ് പുളഞ്ഞ് വരുന്നത് കൊണ്ട് അത് രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ, രണ്ട് സൈഡിൽ, ഒരു വശത്ത് സ്ത്രീകളും ഒരു വശത്ത് പുരുഷന്മാരും, അങ്ങനെ രണ്ട് സൈഡിൽ നിന്നാൽ മാത്രമേ അവരെ ഓരോരുത്തരെയും നെഞ്ചിലും ശരീരത്തിലൊക്കെ തട്ടി ആ ചൈതന്യത്തിന് അങ്ങോട്ട് വേക്കറ്റം വയ്ക്കുന്ന ആളുകൾക്ക് വരെ ചൈതന്യത്തിന് കൊടുക്കാൻ പറ്റൂ. അതേസമയം ഒരാൾ കയറി ഫ്രണ്ടിൽ നിന്നാൽ, നേരെ വിഗ്രഹത്തിന്റെ നേരെ നിന്നാൽ ആ ചൈതന്യം അയാളിൽ മാത്രം കിട്ടുകയും ബാക്കി ആർക്കും ചൈതന്യം കിട്ടൂല. അത് മാത്രമല്ല സർപ്പിളാകൃതിയിൽ ചൈതന്യത്തിന് സഞ്ചരിക്കാൻ പറ്റൂലാത്തതുകൊണ്ട് ചൈതന്യം അവിടെ കിടന്ന് കറങ്ങും. ഇതൊക്കെയാണ് പറയുന്നത്. എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. ഞാൻ പല ആചാര്യന്മാരോടും ആളുകളോടൊക്കെ ചോദിച്ചു. ഒന്ന്, വിഗ്രഹത്തെ ബഹുമാനിക്കണം. അതുകൊണ്ട് നേർക്ക് നേർ നിൽക്കാൻ പാടില്ല. നമ്മൾ വലിയ ബഹുമാനിക്കേണ്ട ആളുകളെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ വലിയ ബലം പിടിച്ച് നിൽക്കാറില്ല. കുറച്ചൊന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് വിനയത്തിൽ നിൽക്കും. ഫ്രണ്ടിൽ നിന്നാൽ പോലും തൊഴുതൊക്കെ നിൽക്കും. അത് ഒന്നാമത്തെ കാര്യം. വിനയം വളരെ പ്രധാനം, ബഹുമാനം വളരെ പ്രധാനം. രണ്ടാമത് ഏറ്റവും പ്രധാനം അതൊന്നും അല്ലെന്നേ. നമ്മളങ്ങനെ രണ്ടുപേര് കയറി ഫ്രണ്ടിൽ നിന്നാൽ പിന്നെ ബാക്കിൽ നിൽക്കുന്നവർക്ക് അവരെ ബാക്ക് സൈഡിലേ കാണാൻ പറ്റുള്ളൂ. ഫ്രണ്ട് കാണാം, വിഗ്രഹത്തിനെ കാണാൻ പറ്റൂ? അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സൗകര്യത്തിന് വേണ്ടി സൈഡിൽ നിൽക്കുന്നു, ഒരു ബഹുമാനത്തിന് വേണ്ടി നിൽക്കുന്നു, ഒരു വിനയത്തിന് വേണ്ടി നിൽക്കുന്നു. ഇതിനെ പക്ഷെ നമ്മൾ പറയുന്നത് സർപ്പിളാകൃതിയിൽ ഇങ്ങനെ ചൈതന്യം സഞ്ചരിക്കുമെന്നും നേരെ പോയാൽ ഷർട്ടിട്ടാൽ കയറൂല എന്നും ഷർട്ടിട്ടില്ലെങ്കിൽ ഇത് നെഞ്ചി കയറുള്ളെന്നും. ഇതൊക്കെ അനാചാരങ്ങളാണ് മനുഷ്യൻ പഠിച്ചു വെക്കുന്ന ഹിന്ദുക്കൾ. ഞാനിത് തമാശ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു വേല കാണിച്ചാൽ മതി. ഇതിപ്പോൾ ഹിന്ദുവിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന കഥ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു ഷേപ്പുള്ള കല്ലാണെങ്കിൽ പിന്നെ പോയി കിട്ടി. ഒരു ഷേപ്പും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് ചുമ്മാ ഒന്ന് അവിടെ തൊട്ട് തൊഴുകയോ അവിടെ 2 മിനിറ്റ് ധ്യാനം പോലെ നിൽക്കുക എന്തായാലും ചെയ്ത് നോക്കും. ബാക്കിൽ വരുന്ന മുഴുവൻ പേരും പിന്നെ അത് ചെയ്യും. അവിടെ വന്ന് നിന്ന് കറങ്ങും. എല്ലായിടത്തും ദൈവമുണ്ട്, സർവ്വവ്യാപിയാണ്, ഓമിനി പൊട്ടാമസാണ്, ആൽമൈറ്റിയാണ്, കല്ലിലും മുള്ളിലും സകലരും ബ്രഹ്മമാണെന്ന് ചിന്തിച്ചാൽ എവിടെ വേണം തൊഴാം. പക്ഷെ എന്നാലും അങ്ങനെ തൊഴുതു പോകില്ലല്ലോ. പക്ഷെ നടന്നു പോകുമ്പോഴാണ് 2 പേര് ഒരിടത്ത് നിന്ന് തൊഴണ കണ്ടാൽ, ഒരു കല്ലായാലും പുല്ലായാലും, ഇനി പുല്ലാണെങ്കിൽ അവിടെ ചുമ്മാ 4-5 കല്ലൊക്കെ ചൂട്ടി വെച്ച് കുറെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണം. അതിലും പോയി 4-5 ഒരു തൊഴണ കണ്ട ബാക്കിയുള്ളവരുടെ തൊഴു. അതായത് ആർത്തി പിടിച്ച് മനുഷ്യൻ നടക്കുകയാണ്. അത്യാർത്തിയും ആർത്തിയും അത്യാഗ്രഹവും ആഗ്രഹവും തമ്മിലൊന്നും തിരിച്ചറിയാഞ്ഞുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഭക്തി കിട്ടുക എന്നുള്ളതുള്ള
ഒരു വിവരക്കേടിൽ നിന്നാണ് ഇത് പലതും വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങൾ കുറച്ചുകൂടി കൃത്യമായി സ്പിരിച്വാലിറ്റി എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ കഥകൾ എന്താണെന്ന് പഠിക്കുക. അമ്പലം എന്ന് പറയുന്നത് ദർശന സ്ഥലമാണെന്ന് പഠിക്കുക. അവിടെ അല്ലാതെ ഒന്നും കൊടുക്കുന്ന സ്ഥലമല്ല എന്ന് പഠിക്കുക. അവിടെ ഇരിക്കുന്നത് ഡയറ്റി ആണെന്ന് മനസ്സിലാക്കുക. വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷാൽ ഗ്രഹിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷയിക്കാത്തൊരു സ്ഥലം എന്നുള്ള സങ്കല്പത്തിലാണ് വച്ചിരിക്കുന്നത് പറയുക. സങ്കല്പ മാത്രേണയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് പറയുക. അവിടെ മനുഷ്യന്റെ വിവിധ തലങ്ങളെയും ചിന്തകളെയും ഒക്കെ ഭാവങ്ങളാക്കി മാറ്റി ആ ഭാവത്തിനനുസരിച്ചുള്ള വിഗ്രഹങ്ങളാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ശില്പിയിൽ നിന്ന് വിഗ്രഹം ഏറ്റുമാങ്ങി പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോഴാണ് അവിടെ അതിനകത്ത് ഊർജ്ജമുണ്ടെന്ന്, ചൈതന്യമുണ്ടെന്ന് വരുന്നത്. അവിടെ പൂജയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൈതന്യം കൂടുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു പൂജയും ചെയ്തില്ലെങ്കിലും ചൈതന്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലാണ് അമ്പലത്തിൽ. ഷർട്ട് ഊരാൻ പറ്റുന്ന അമ്പലങ്ങളുണ്ട്, ഷർട്ട് ഊരിക്കൂടാത്ത അമ്പലങ്ങളുണ്ട്, ഊരണ്ടാത്ത അമ്പലങ്ങളുണ്ട്, സാരി ധരിച്ചു തരാൻ പറ്റുന്ന അമ്പലങ്ങളുണ്ട്. ഇതെല്ലാം അതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്. അമ്പലം പ്രൈവറ്റ് പ്ലേസ് ആണ്. ഡയറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് മൈനർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡൊക്കെ വന്നതിൽ പിന്നെ ദേവൻ നോക്കിക്കോളൂല്ലോ. അപ്പൊ അവിടെ ആചാര്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്ത്രി എന്ന് പറയുന്നതാണ് പിതാമഹൻ. ആ ഡയറ്റിയുടെ പിതാമഹൻ അതിനെ മനുഷ്യനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, അതിന്റെ പിതാമഹനായിട്ട്. അതുകൊണ്ടാണ് തന്ത്രി മൂലമന്ത്രം പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ എത്ര മനോഹരമാണ്. ക്ഷേത്രത്തിൽ പോയി കിടന്ന് നെഞ്ചിലിടിച്ച് തള്ളി മറിക്കൂല, ഒരു കാരണവശാലും തള്ളി മറിക്കൂല. നമ്മൾ നിന്ന് നിശബ്ദമായി സമാധാനമായി നിന്ന് ഒരാളും മറ്റൊരാളിനെ തൊടാതെ വേണം തൊഴണമെന്നൊക്കെ പറയുന്നത്. ഇത് ഇടിച്ച് മറിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സർപ്പിളാകൃതിയിൽ പോകുന്ന ചൈതന്യത്തിലൊക്കെ അങ്ങോട്ട് പിടിച്ച് ഇതൊന്നും അല്ലെന്നേ. ഇതെന്ന് പറയുന്നത് വളരെ ലളിതമായി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ കർമ്മയോഗം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോകണമെന്നില്ല, പക്ഷെ ഭക്തി യോഗം അനുസരിച്ച് പോകണം. രണ്ട് കാഴ്ചപ്പാടുമുണ്ട്. കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും പല കാഴ്ചപ്പാടുകൾ സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഭക്തി മാർഗത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, വിഗ്രഹാരാധനയ്ക്കാണ് പോകുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലും ചിട്ടയിലും പോകുന്നതിന് പകരം ഈ അന്ധമായ വിശ്വാസങ്ങളും അന്ധമായ കാര്യങ്ങളും അനാചാരപരമായ കാര്യങ്ങളും കേട്ടത് ബാധി, കേൾക്കാത്തത് ബാധി, വെന്തത് ബാധി, വേകാത്തത് ബാധി, വെന്തടം തിന്ന് വേകാത്തടം കളഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഹിന്ദുക്കൾ. ഒരു മോക്ഷവും കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പൊ വളരെ കൃത്യമായി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നുണ്ട്. മന്ത്രവാദം പോലുള്ള കാര്യങ്ങളിൽ, ദുർമൂർത്തികളുടെ കാര്യങ്ങൾ, പ്രേതത്തിന്റെ കഥകൾ, ഒരുപാട് കാര്യങ്ങൾ ചെന്ന് വീഴുന്നുണ്ട്. ദയവ് ചെയ്ത് സർപ്പിളാകൃതിയിലൊന്നും ചൈതന്യം സഞ്ചരിക്കുന്നുണ്ടൊന്നും അല്ല ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കേണ്ടത്, അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കുകയും സന്ധ്യയ്ക്ക് ആഹാരം കഴിച്ചാൽ പാവം കിട്ടുമെന്ന് പഠിക്കാതെ സന്ധ്യ എന്ന് പറയുന്ന സമയത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും ലൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി മനോഹരമായ രീതിയിൽ ജ്ഞാനം കൊണ്ട് നേടിയാൽ വേൽ വെട്രി വേൽ, ജ്ഞാനം കൊണ്ട് അറിവ് നേടിയാൽ വളരെ നന്നായിരിക്കും. ദൈവത്തെയും ആത്മീയതയും കുറിച്ചുള്ള അറിവ് നേടിയാൽ വളരെ മനോഹരമാണ് ആത്മീയത, അതിമനോഹരമാണ് ദൈവം. അങ്ങനെ നമ്മൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് സംബന്ധമായ വിവിധ വിഷയങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ ഇടയ്ക്ക് വരും. തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കുറച്ച് തിരക്കായി പോയത്. വീണ്ടും ഞങ്ങൾ വിവിധ വിഷയങ്ങളുമായി, ഇത്തരത്തിലുള്ള ആത്മീയ വിഷയങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് പരസ്യം അയച്ചു തരിക, സംഭാവന അയച്ചു തരിക. ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം. നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുമുണ്ട്.